ഓക്കെ. അപ്പൊ ചേച്ചി ഇപ്പം നമ്മുടെ സദ്യക്കൊക്കെ നമുക്ക് 12-13 കൂട്ടം. അയ്യോ, അത് ഞാനൊരു ആവേശത്തിലൊന്നാക്കി വെക്കിയതാണ്. തീർച്ചയായിരുന്നു തീർച്ചില്ല. അപ്പൊ നമുക്ക് ഒരുപാട് കൂട്ടം കറികൾ ഉണ്ടാവും. അപ്പം സദ്യ എന്ന് പറയുമ്പോ തന്നെ ചേച്ചിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു 4 കറികൾ ഏതൊക്കെയായിരിക്കും? പരിപ്പ്, സാമ്പാർ, പപ്പടം എന്തായാലും വേണം. പിന്നെ സദ്യക്ക് പോകുമ്പോൾ അത് തൊടുകറികളാണ്. ഞാൻ മറ്റേ പൈനാപ്പിളും മുന്തിരിങ്ങയും കൂട്ടുകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴും ആരുടെങ്കിലൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ സദ്യ കഴിക്കാൻ നേരത്ത് എന്നിട്ട് പറയും എനിക്ക് മുന്തിരി ഇട്ടില്ല. പൈനാപ്പിളും മഞ്ഞ കളറ് അതാണ് എന്റെ ഇഷ്ടമുള്ള ഇഷ്ടപ്പെട്ട. അപ്പൊ പരിപ്പായി, പപ്പടമായി, സാമ്പാർ, പിന്നെ ഈ കൂട്ടുകറി, പിന്നെ ഒരു കറിയും കൂടെ ഏതൊക്കെയായിരിക്കും? മോരോ ചൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് കാളൻ. അപ്പം പൊതുവേ മോരോ ചൂട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാത്രം മതിയല്ലോ. ഓലന് പൊതുവേ ഞാനേ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അതിനൊരു നിർവികാരക്കറി എന്ന് പറയും. ശരിയാലേ, പ്രത്യേകിച്ച് ഒരു വികാരം എനിക്ക് തോന്നലില്ല. പച്ചമുളക് അമ്മ ഓലൻ വെക്കാൻ വീട് പിടിക്കത്തെ. അമ്മയുടെ മെയിൻ ഹൈലൈറ്റ് കറി എന്ന് പറയുന്നത് ഓലനാണ്. ഭയങ്കര ഡീസന്റ് കറികൾ. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒഴിച്ചുകൂടാൻ പറ്റാത്ത സദ്യയുടെ കൂട്ട് കറികൾ എന്തൊക്കെയായിരിക്കും? എരിശ്ശേരി, ഓലൻ, കാളൻ. ഈ 3 കറി മതി. ഈ 3 കറിയും ചോറുണ്ടെങ്കിൽ പിന്നെ തോരണ്ടാവും കേട്ടോ. അച്ചാർ വേണ്ട? അച്ചാർ ഞാൻ അങ്ങനെ കഴിക്കാറില്ല. പിന്നെ എന്താ അറിയോ, ഈ മേടിക്കുന്ന അച്ചാറുകളിൽ മിക്കതിലും വിനാഗിരി വിനാഗിരി ഉണ്ടാവും. അപ്പൊ അതും വലിയ ഇഷ്ടമില്ല. വിനാഗിരി ഉപയോഗിക്കുമ്പോ നമുക്ക് ഭയങ്കര ഒരു ഡീഹൈഡ്രേഷൻ വരും അല്ലെ, വെള്ളം കുടിക്കാൻ അങ്ങനെ. അപ്പൊ പൊതുവെ വീട്ടിൽ ഉണ്ടാക്കുന്ന അച്ചാറുകളോടാണ് പ്രിയം. നോർമലി നമ്മളുടെ മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല വെളിച്ചെണ്ണ, കായൊക്കെ ഇട്ട് കായം മെയിൻ കണ്ടന്റ് ആണ്. ഇട്ടിട്ടുള്ള പരിപാടികൾ, അങ്ങനത്തെ അച്ചാറേ പൊതുവെ എനിക്കും വലിയ ഇഷ്ടം. അല്ലെങ്കിൽ നമ്മൾ വെള്ളം കുടിച്ച് വരിക്കും. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ചേച്ചി ഇപ്പം ഡാൻസർ ആണ്, അതുപോലെ തന്നെ പാട്ട് പാടുന്നു. എന്നാലും ചേച്ചിക്ക് ഹൃദയത്തോട് ഈ 2 പ്രൊഫഷനിൽ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഏതായിരിക്കും? ഇതിപ്പോ 2 കയ്യിൽ ഏതായിട്ടുള്ളൊന്നും എന്നാലും രണ്ടും ഇഷ്ടം. എനിക്കിത് അറിയുള്ളൂ, അതുകൊണ്ട് എനിക്ക് 2 ഇഷ്ടം. അല്ലാതെ ഞാൻ പലരും ചോദിക്കും ഡാൻസും കളിക്കും പാട്ടും പാടും അല്ലേ? എനിക്കിത് അറിയുള്ളൂ. എനിക്കതേ അറിയുള്ളൂ, അല്ലാതെ വേറെ. പിന്നെ അഭിനയിക്കുക അങ്ങനെ ഇതെന്താന്നറിയോ, ഞാൻ എപ്പോഴും പറയും എന്നെക്കാളും നന്നായിട്ട് ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ചെയ്യുന്ന, അതായത് നമ്മളിപ്പോ ഫീൽഡിൽ നിൽക്കുന്നവർ ഒരു നല്ല ഡാൻസർ ആണല്ലോ, നല്ല പാട്ടുകാരിയാണല്ലോ എന്ന് പറയുന്നവരെക്കാളും കൂടുതൽ നല്ല കഴിവും പെർഫെക്ഷനോട് കൂടി ചെയ്യുന്നവര് ശരിക്കും ഫീൽഡിന് വെളിയിലാണ് നിൽക്കുന്നത്. അവരെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഉള്ളിലേക്ക് വന്നിട്ടില്ല. അത് ചിലവർക്ക് ഇതുപോലെ ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കാനുള്ളൊരു പലരുടെയും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ എന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ കാണുമ്പോൾ ഞാൻ എപ്പോഴും അമ്മയുടെ അടുത്ത് പറയും, എന്തൊരു ഭംഗിയായിട്ട് അവർ ക്ലാസ് എടുക്കുന്നത്, പറഞ്ഞു തരുന്നത്, ഡാൻസ് ആണേലും പാട്ടാണേലും പറഞ്ഞു തരുന്നത്. പക്ഷെ അവരങ്ങനെ ചിലപ്പോ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. അതെന്താന്ന് വെച്ചാൽ അവർക്കൊന്ന്, എന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് സ്കൂളിലും കൂടി അവര് ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ സമയം, പിന്നെ സമയപരിധി ഉണ്ട് അവർക്ക്, പിന്നെ ജോലിയിലായിരിക്കും അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മളുടെ ഫീൽഡിലേക്ക് വന്നാൽ നല്ല ക്ഷമ വേണം. മറ്റു എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതും കൂടെ ലീവൊക്കെ എടുത്തിട്ടൊക്കെ വേണ്ട വരാൻ. അപ്പൊ അതൊന്നും പറ്റില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പ്രോഗ്രാംസിനൊക്കെ സിനിമയാണല്ലോ മെയിൻ. സിനിമയിലുള്ളവരെല്ലാം സർവജ്ഞങ്ങൾ കയറി വരുന്ന ആൾക്കാരുടെ. അതെ. അപ്പൊ പക്ഷെ അതല്ല സിനിമ അതും ഉണ്ട് കേട്ടോ. ഇപ്പൊ സിനിമയില് അഭിനയിക്കുന്ന ആളായത് കൊണ്ടായിരിക്കാം എന്റെ ഡാൻസും പാട്ടും ഒക്കെ കൂടുതലും. ഇപ്പൊ എന്നെന്നല്ല, നമ്മൾ അറിയപ്പെടുന്ന ഒരുവിധപ്പെട്ടവരെല്ലാവരും അവരുടെ പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ. അതേ സമയത്ത് റിയൽ ആർട്ടിസ്റ്റുകളുടെ പ്രോഗ്രാംസ് വരുമ്പോ കാണാൻ ആൾക്കാരില്ല. കാരണം എന്താ വെച്ചാൽ സിനിമയുടെ ഫെയിം ഇല്ല എന്നുള്ളതുകൊണ്ട്. ഇപ്പൊ ലോകം അറിയപ്പെടുന്ന നർത്തകിമാരെ പലരും സിനിമാ നടിമാരല്ലാത്തത് കൊണ്ട് ഒരു വിഭാഗം ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. അതൊരു വാസ്തവമാണ്. അപ്പം നമ്മൾ സിനിമയിൽ വന്നതിലാണ് ഏറ്റവും എനിക്ക് പണ്ട് മുതലേ ഇഷ്ടം അഭിനയിക്കാൻ. പണ്ടേ മുതൽ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ചാൻസ് ചോദിച്ചാൽ ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടല്ലോ, ചാൻസ് ചോദിച്ച് തന്നെ സിനിമയിൽ വന്നിട്ടുള്ള ആളാണ്. ഇപ്പോഴും നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാണ്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നതിൽ തന്നെ എന്തെങ്കിലും ഒരു വാല്യൂ ഉള്ളതുകൊണ്ടാണല്ലോ ഇന്റർവ്യൂ വേണമെന്ന്. അപ്പൊ അതിലാണ് നന്ദി. ഇനിയും സിനിമ ചെയ്യണം എന്നുള്ളത് കൊണ്ടും അതിലുമാണ് നന്ദി. അപ്പൊ സിനിമയുടെ ഒരു ബാക്കപ്പ് ഉള്ളത് കൊണ്ട് ഇപ്പം ഞങ്ങളെപ്പോൾ ഉള്ളവർ പാട്ടുപാടും ഡാൻസ് ചെയ്യുമ്പോൾ
ഒരു ഓഡിയൻസ് ഓഡിയൻസ് ഉണ്ടല്ലോ. പക്ഷെ അർഹത ഇല്ലാത്തവര് ഒരുപാട് പേര് ഭയങ്കര ഫെയിമായിട്ട് നിൽക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ചെറിയ വിഷമമൊക്കെ തോന്നും. കാരണം ചില ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ട്, ഓക്കെ ഇവർക്ക് ചിലപ്പോ നായികമാരായതുകൊണ്ട് ചിലപ്പോ ഭയങ്കര കഴിവായിരിക്കും എന്ന് വിചാരിക്കണവരുണ്ട്. അങ്ങനെയില്ല. ഡാൻസ് കളിക്കാൻ പാട്ട് പാടാൻ അറിയാൻ പാടില്ലാത്ത നായികമാരാണ് കൂടുതൽ. അവരെല്ലാവരും എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് പറഞ്ഞിട്ടുമുണ്ട് ഈ കാര്യങ്ങൾ. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ, സിനിമയുടെ ഒരു ഇതിലാണ്. അപ്പൊ ഡാൻസും പാട്ടും ഒരേപോലെ, അഭിനയവും എനിക്ക് ഒരേപോലെ ഇഷ്ടമാണ്. അതിൽ ഏതാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ചേച്ചി ഇപ്പൊ വേറൊരാൾ ഡാൻസ് കളിക്കണ കാണുമ്പോ ചേച്ചി ഏറ്റവും കൂടുതൽ അവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഡാൻസ് ചെയ്യുന്ന അവർ ഡാൻസ് ചെയ്യുന്ന കാണുമ്പോഴോ? എസ്പെഷ്യലി അവരുടെ പെർഫെക്ഷനും കാര്യങ്ങളും, പിന്നെ അവരുടെ ഒരു പ്രൊഫഷണലിസം നല്ലപോലെ നോക്കും. കാരണം മനസ്സിലാവുമായിരിക്കും അല്ലേ? ഇപ്പൊ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്താണെങ്കിൽ ഓഡിയൻസിന് അത് റിലേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും. ഇപ്പൊ ഞാൻ ഭയങ്കര സർവജ്ഞ പീഠമുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നതല്ല നിങ്ങൾ കണ്ടോണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കില്ല. ഒരു ഇതിനെ പറ്റി ഒന്നും അറിയാൻ മേലാത്ത ആളായിരിക്കും ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ പാട്ട് കേൾക്കാൻ. അയാൾക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ, അപ്പൊ അയാളുടെ വൈബായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പെർഫോമറിന് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പൊ ചിലപ്പോ ഞാൻ വന്നിട്ട് ഇപ്പൊ ഭയങ്കര കർണാട്ടിക് ആയിട്ടുള്ള ഒരു കീർത്തനമൊക്കെ പാടിയിട്ട് ചില ആൾക്കാരെങ്കിലും ഇത് ഏത് ആ സമയത്ത് വെറുതെ ഒരു ആലായൽ തറ വേണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള പാട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ പാട്ട് പാടിക്കുമ്പോൾ വളരെ അയാൾക്ക് ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ലയിച്ച് പാടിക്കൊടുക്കുമ്പോൾ അയാൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് വിജയം. അപ്പൊ അത് ഞാൻ നോക്കാറുണ്ട്. ഒരു പ്രോഗ്രാം കാണാൻ പോകുമ്പോൾ നമുക്കത് എത്രത്തോളം റിലേറ്റബിൾ ആവുന്നുണ്ട്, ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാൻ ആസ് ആൻ ഓഡിയൻ നോക്കും. എന്നാൽ മാത്രമേ അതില് കാര്യമുള്ളൂ. പിന്നെ മാഷന്മാരും ടീച്ചർമാരും ഒക്കെ പറയേ മെയിൻ സ്റ്റേജ് സിനിമാക്കാർക്കുള്ളതാ, അല്ലാതെ ഉള്ള ഡാൻസുകാർക്കൊക്കെ വേറെ സ്റ്റേജ് മതി അങ്ങനെയൊക്കെ പറയും. അത് അറിവില്ലായ്മ അത് അറിവില്ലായ്മയുടെ ഒക്കെ ഉണ്ടാവും. അത് ചില ആൾക്കാര് സിനിമയുടെ പ്രോഗ്രാം പിടിക്കുന്ന കമ്മിറ്റിക്കാർക്കും ഒക്കെ അത് ഞാൻ അവരെ കുറ്റം പറയുന്നു. അതെ, എന്നിട്ട് അറിയാൻ പാടില്ലാത്ത സിനിമാക്കാരെ വിളിച്ച് മെയിൻ സ്റ്റേജ് കൊടുക്കും. കൊറേ ആരോപണങ്ങളൊക്കെ നമ്മൾ അങ്ങനെ കേൾക്കുന്നുണ്ട്. അത് കഴിവുള്ളവരാണോ എന്ന് നോക്കിയിട്ട് അവരെ വേണം പ്രോത്സാഹിപ്പിക്കാനായിട്ട്, അല്ലാണ്ട് ഫെയിം നോക്കി പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ളത് എനിക്കും ഒരു അഭിപ്രായമുണ്ട്. ഒന്നും അറിയാൻ പാടില്ലാത്തവരെ വിളിച്ചിട്ട് ഭയങ്കര ലക്ഷങ്ങളൊക്കെ കൊടുത്തൊക്കെ പ്രോഗ്രാം ചെയ്യിപ്പിക്കും. ഒന്നും അറിയാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മൾ ചോദിക്കും ഇത് എന്ത് കാണിക്കണമെന്ന്, പക്ഷെ ലക്ഷങ്ങളായിരിക്കും ഇവിടെ മേടിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊന്നും ചെയ്യരുത്. അതെല്ലാം ഗുരുക്കന്മാരും ഇപ്പൊ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെ. അപ്പം ചേച്ചി ഇപ്പൊ ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അമ്മയ്ക്ക് ചേച്ചി ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം ഏതാ? എനിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഈ വിഷമമുള്ള ക്യാരക്ടറുകള്, ഭയങ്കര താല്പര്യമുള്ള നല്ല പോഷായിട്ട്. എന്നാ നമ്മൾ നോക്കുന്ന എന്താ, നമുക്ക് പെർഫോമൻസ് ഉണ്ടോന്നല്ലാണ് എനിക്ക് നല്ല വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല സാരി, നല്ല നമുക്ക് നേരില് ചെയ്ത നേരാമണുള്ള സാരി കൊടുത്ത് മര്യാദയ്ക്ക് നിൽക്കുന്നു. അതേസമയത്ത് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടറായിരുന്നു ദൃശ്യം 2 ക്യാരക്ടർ ജോസും മേരിയും. അത് അന്ന് ആൾക്കാര് ഒരുപാട് കോൾസ് അന്ന് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാരും പറയാ അയ്യോ നിങ്ങൾ ഇങ്ങനെ കരയുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്യാരക്ടേഴ്സിൽ ദൃശ്യം. പിന്നെ ഇന്ത്യൻ പ്രണയകഥ സുധ എനിക്ക് ഭയങ്കര. ഈ കരയണത് എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ആ ദൃശ്യം 2 കരച്ചിലാണ്. ദൃശ്യം 2 ഞാൻ കരയാൻ കാരണം അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മയ്ക്ക് കുറച്ചൊരു ജോളി അമ്മയ്ക്ക് എപ്പോഴും എല്ലാവരും പ്ലസന്റ് ആയിരിക്കണം. സിനിമയുടെ കഥയിലെ വരെ എന്തെങ്കിലും ദുഃഖം അല്ലെങ്കിൽ കഥ മാറുന്ന കാണുമ്പോഴത്തേക്കും അല്ല അമ്മ അങ്ങനെ ഭയങ്കര ഡാർക്ക് സിനിമകളൊന്നും കാണൂല. എപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഡാർക്ക് സിനിമകള് നമ്മള് ഭയങ്കര ത്രില്ലർ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള, അതായത് ഒന്ന് ഭയങ്കര വിഷമമുള്ള തരത്തിലുള്ള സബ്ജക്റ്റുകൾ വരുന്നത്, പിന്നെ മേക്കപ്പ് ഒന്നും ഇല്ലാതെ ഈ വളരെ ദാരിദ്ര്യത്തിലൊക്കെ നിൽക്കുന്ന കാണുന്നത് എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് വേണ്ട കാണുന്നില്ല. ഞാൻ വീട്ടില് TV കാണുമ്പോഴാണേലും പറയും ഇങ്ങനത്തെ സിനിമയൊക്കെ. അമ്മയ്ക്ക് ഇപ്പോഴും ഭയങ്കര ജഗബോഗ സിനിമകൾ, അതായത് രജനീകാന്തിന്റെ സിനിമകൾ വലിയ ലോജിക്കൊന്നും വേണ്ട, പക്ഷെ കാണുമ്പോ അത് വെറുതെ ഇരിക്കുമ്പോ ഒരു മനുഷ്യന്റെ ഡ്രസ്സിങ്ങിലാണല്ലോ അത് ഭയങ്കരമായിട്ട് പിടിക്കും. നല്ല അടിപൊളിയായിട്ട് ഭയങ്കര നീറ്റ് ആൻഡ് എലഗന്റ് ആയിരിക്കണം എപ്പോഴും ഡ്രസ് ചെയ്യുമ്പോ. പിന്നെ നല്ല ഭംഗിയിൽ ഒരുങ്ങിയൊക്കെ വരണം, അല്ലാണ്ട് സാധാരണ ഒക്കെ പോലെ പോകുമ്പോ ഇതെന്താണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്.